അങ്ങനെ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കക്ക വാരാനായിട്ട് പോകുന്നതാണ്. അത് മുനമ്പം ബീച്ചിലോട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അന്യായ വെയിലായിരുന്നു, എന്ത് പറയാനെന്ന് പറയാം. അങ്ങനെ കുറച്ച് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ മുനമ്പം ബീച്ചെത്തി. മുനമ്പം ബീച്ചിലെത്തിയപ്പോഴത്തേക്ക് നിൽക്കാൻ വയ്യ എൻ്റെ അമ്പോ. ഇതേപോലെ ഒരു വെയിൽ, എറണാകുളം സൈഡൊക്കെ അന്യായ വെയിൽ തന്നെയാണ് ഇപ്പോൾ കേട്ടോ. പക്ഷേ മുനമ്പം ബീച്ചിൽ എനിക്ക് ഭയങ്കരമായിട്ട് വ്യൂ ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ഒരു വൈകുന്നേരം 5 മണിക്കൊക്കെ വന്നിരിക്കാനായിട്ട് അടിപൊളി തന്നെ, ഒന്നും പറയാനില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഒരളിയൻ ഇറങ്ങി നൈസായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ സാധനം പെട്ടെന്ന് ഇളകി വരുന്നില്ല എന്ന്, ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുക, ഒട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. അങ്ങനെ അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് കിട്ടി. ഇവരെല്ലാവരും എടുക്കുന്നുണ്ട് സാധനം. കല്ലുമ്മക്ക, സോറി ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കും. കക്ക എന്ന് പറഞ്ഞത് കല്ലുമ്മക്കായാണ് കേട്ടോ. കടലിൽ അത് ഭയങ്കര ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ പീസ് റേറ്റ് ഭയങ്കരമാണെന്നാണ് പറഞ്ഞത്. പീസിന് റേറ്റായിട്ടാണ് കിട്ടുന്നതെന്നാണ് പറയണത്. അതുപോലെ ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് ശംഖ് കിട്ടി. ഇതിൻ്റെയൊക്കെ മീറ്റ് കഴിക്കുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത്രയും വാരി എടുത്തു. നമുക്ക് ഇതിലേക്ക് കൂടുതൽ കിട്ടി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും ഇറങ്ങിയായിരുന്നു, കടലിലിറങ്ങി മുങ്ങാന്ന് വിചാരിച്ചിട്ട്. നമുക്ക് ഇത്രയും സാധനം കിട്ടി കേട്ടോ. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി. പക്ഷേ 3 വെള്ളമോ 4 വെള്ളം കൊണ്ട് കഴുകി സാധനം സെറ്റപ്പാക്കി എടുത്തു. അതിനുശേഷം കുക്കിങ്. അത് കഴിഞ്ഞ് ഒരു പിടി അങ്ങ് പിടിച്ച് കേട്ടോ, ഒന്നും പറയില്ല, അന്യായ ടേസ്റ്റ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. നല്ലപോലെ വെച്ച് തന്നപ്പോഴത്തേക്ക്, അതും എറണാകുളം സ്റ്റൈലിൽ വെച്ച് തന്നപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. നമ്മളെ നാട്ടിൽ വെക്കുന്നത് വേറൊരു രീതിക്കാണ്. പക്ഷേ ഇത് വേറെ പൊളി സാധനം, ഒന്നും പറയാനില്ല. ഇതും ചോറും മാത്രമാണ് അത് കഴിച്ചത്. ഇനിയിപ്പം നമ്മൾ തന്നെ പോയി എടുത്തിട്ട് വന്നത് കൊണ്ടാണോ എന്നറിയാൻ വയ്യ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് പോയി എടുത്തായിരുന്നു. അത് ഈ ആറിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അത് ഇത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു, അത് ഇത്തിരി ടേസ്റ്റ് കമ്മിയായിരുന്നു. പക്ഷേ ഇത് പൊള്ളി സാധനം, ഒന്നും പറയാനില്ല. എൻ്റെ അമ്പോ പറയാൻ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഗ്രാഹിയായിട്ടില്ല. നമ്മൾ സെറ്റാകും അടുത്ത വ്ളോഗ് വിട്ട്. അപ്പോൾ ഇതുപോലെ കടലിൽ പോയി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റാക്കി ഇടുക. അപ്പം 2-3 ദിവസമായിട്ടൊക്കെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി ട്രാവലിങ്ങിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ്. ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ് കേട്ടോ. പിന്നെ സംസാരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതുപോലല്ല ഒരു ഫുഡ് വ്ളോഗ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നാലും ചെറിയ മൈന്യൂട്ട് തെറ്റുകൾ വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. ഓക്കേ. കുറച്ച് മീൻകറിയും ഒരു മുട്ടക്കറിയും കുറച്ച് കക്ക, വാ സൂപ്പർ ഫുഡ്, ഒന്നും പറയാനില്ല.